നമുക്ക് നോക്കാനായിട്ടുള്ളത് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 23 ആണ്, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഇതിൻ്റെ നോട്ട് വേണ്ട ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ബയോയിലൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൽ ഒന്നാമതായി നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് റഷ്യയിൽ പണ്ട് ഭരിച്ചിരുന്ന സാർ ചക്രവർത്തികളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മുഗൾ രാജവംശത്തെ പോലെ തന്നെ റഷ്യയിൽ ഭരിച്ചിരുന്നത് സാർ രാജവംശമായിരുന്നു. ഇവരെന്ന് പറയുമ്പോൾ തീർത്തും ഒരു കത്തോലിക്ക സഭ വിശ്വാസികളായിരുന്നു കേട്ടോ. അപ്പം ഇവരുടെ രാജാവിനെ നമ്മൾ സാറ് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ രാജാവ് എങ്ങനെ ആക്കുന്നതെന്ന് ചോദിച്ചാൽ ഹെറിഡിറ്ററി ആയിരുന്നു. ഇപ്പം ഞാൻ രാജാവെങ്കിൽ എനിക്ക് ജനിക്കുന്ന എൻ്റെ മകനോ മകളോ ആയിരിക്കും അടുത്ത രാജാവ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ പാരമ്പര്യമായിട്ടായിരുന്നു ഇവർ രാജാക്കന്മാരായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെയധികം വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇവർക്ക് ഭരണഘടനയൊന്നുമില്ല, നിയമസഭയും ഇല്ല, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, ജനങ്ങൾക്കൊന്നും പറയാനുള്ള അവകാശമില്ല. സാർ ചക്രവർത്തി എന്ത് പറയുന്നു അതെല്ലാം ആര് കേൾക്കണം? നമ്മുടെ ജനങ്ങൾ കേൾക്കണം. പത്രസ്വാതന്ത്ര്യമോ അങ്ങനെ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. എങ്ങാനും ആളുകൾ രാജാവിനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സീക്രട്ട് പോലീസുകാർ കാണും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെ പിടിച്ച് പൊതുവായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് കഠിനമായിട്ട് ശിക്ഷ കൊടുക്കും. അപ്പോൾ ഈ ശിക്ഷ കൊടുക്കണ കാണുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ പേടിക്കും. ഓക്കെ, അവർ ആരും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു രാജാവിനെതിരെ തിരിയത്തില്ല. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ മെയിനായിട്ടുള്ള പരിപാടികളെന്ന് പറയുന്നത്. മാത്രമല്ല ഈ രാജാവ് ഇത്രയും ജനങ്ങൾക്കെതിരെയായിട്ട് ചെയ്താലും ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്നെന്ന് പറയുന്നത് വലിയ ഭൂവുടമകളും അത്യാവശ്യം ടോപ്പായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രാജാവിനെയൊക്കെ നന്നായിട്ട് അന്നത്തെ കാലത്ത് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. കർഷകരെയും തൊഴിലാളികളെയും ഈ രാജാവ് മെയിനായിട്ടും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ടും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാം, എങ്ങനെയായിരുന്നു റഷ്യയിലുണ്ടായ ഈ ഒരു സാറിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു റഷ്യയിലെ പെസൻസ് എന്ന് വെച്ചാൽ കർഷകരുടെ അവസ്ഥ എന്തൊക്കെയായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സാർ ചക്രവർത്തികളുടെ കാലഘട്ടത്തിൽ നമ്മുടെ കർഷകരുടെ അവസ്ഥ എങ്ങനെയെല്ലാം ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർഷകർ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളായിരുന്നു. ഇവർക്ക് ഭൂമി വളരെ കുറവായിരുന്നു. മാത്രമല്ല വലിയ വലിയ ഭൂവുടമകളായിരുന്നു, അവരുടെ കയ്യിലായിരിക്കും ഭൂമി ഒരുപാടുള്ളത്. ഇവരെ കൂടുതൽ ആളുകളെയും എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലുള്ള പരിപാടി പോലെ തന്നെയായിരുന്നു, സെമീന്ദാർ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ പോലെ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ കീഴിൽ നിർത്തിയായിരുന്നു ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല കർഷകർക്ക് കൂടുതലായിട്ട് നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നു. കർഷകരുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സാർ ചക്രവർത്തിയോ ഭരണകൂടമോ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കാരണം എന്ത് ചെയ്തു? ഈ ഒരു ഭരണാധികാരിയോട് നമ്മുടെ കർഷകർക്ക് വളരെയധികം വെറുപ്പ് തോന്നി. എങ്ങനെയെങ്കിലും ഇവരെ മാറ്റണം എന്നുള്ളത് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ വാസ് ദ റവല്യൂഷൻ ഓഫ് 195 ഇമ്പോർട്ടൻ്റ്? അതായത് 1905 ഒരു വിപ്ലവം നടന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് എന്നതാണ്. അപ്പം 1905 നടന്നൊരു വിപ്ലവമാണ് സാർ രാജവംശത്തിന് ഏറ്റവും വെല്ലുവിളിയായിട്ട് നടന്ന ഒരു വിപ്ലവം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡി സൺഡേ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് എന്ന് വെച്ചാൽ ആ ഒരു സൺഡേയിൽ എല്ലാ ആളുകളും തൊഴിലാളികൾ പങ്കെടുത്ത ഒരു യോഗത്തിൽ എന്ത് ചെയ്തു? അവർക്കെതിരെ നിറയൊഴിച്ചു. അങ്ങനെ ഒരുപാട് പേര് മരിച്ചു. ഇത് കാരണം എന്ത് ചെയ്തു? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ഉണ്ടായത്. അടുത്തൊരു റവല്യൂഷനാണ് ഫെബ്രുവരി റവല്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റഷ്യയിലെ അവസ്ഥ എന്ന് വെച്ചാൽ ജനങ്ങൾ കഠിനമായിട്ടുള്ള ദാരിദ്ര്യം, തൊഴിലില്ല, ഭക്ഷണമില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. മാത്രമല്ല ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? റഷ്യയ്ക്ക് തോൽവി ഉണ്ടായി. അപ്പോൾ അത് കാരണം എന്ത് ചെയ്തു? ആ ഒരു സാമ്പത്തിക സ്ഥിതിയും വഷളായി. മാത്രമല്ല എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എന്ത് ചെയ്തു? സൈനികരും ജനങ്ങളും എന്ത് ചെയ്തു? ഈ രാജാവിനെതിരെ തിരിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രാജാവിനെ ഒന്ന് രാജിവെപ്പിക്കണം. അവസാനം എന്ത് ചെയ്തു? രാജാവ് രാജിവെച്ചിട്ടു എന്ത് ചെയ്തു? റമാവ എന്ന് പറയുന്ന ഒരു രാജവംശത്തിൻ്റെ ആ ഒരു ഭരണം എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാർ ദ മെയിൻ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ദി ബോൾഷെവിക്? അപ്പോൾ ബോൾഷെവിക് എന്ന് പറയുന്ന അവരുടെ പ്രധാനമായിട്ടും അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവരുടെ മെയിൻ നേതാവ് നമ്മുടെ ലെനിനാണെന്ന്. പ്രധാനമായിട്ടും ഭൂമിയില്ലാത്ത കർഷകർക്ക് ഭൂമി വിതരണം ചെയ്തു കൊടുക്കുക, മാത്രമല്ല തൊഴിലാളികൾക്ക്
ഫാക്ടറികളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നൽകുക, ബാങ്കുകൾ, വ്യവസായങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് ദേശസാൽക്കരിക്കുക, പീസ്, ലാൻഡ്, ബ്രെഡ് എന്ന മുദ്രാവാക്യം നടപ്പിലാക്കുക. പീസ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? നമുക്ക് സമാധാനം. ലാൻഡ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഭൂമി. ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം എന്നൊരു മുദ്രാവാക്യം നടപ്പിലാക്കുക. അതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എന്തെല്ലാം ഇമ്പാക്റ്റാണ് റഷ്യൻ റവല്യൂഷൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലോകത്തിൽ ആദ്യമായിട്ടൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നത് ഈ റഷ്യൻ റവല്യൂഷൻ പ്രകാരമാണ്. അതുമാത്രമല്ല, തൊഴിലാളികൾക്കും കർഷകർക്കും അവരുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റി, സാമ്രാജ്യത്യ ഭരണകൂടത്തിനെതിരെയായിട്ട് പ്രയോഗിക്കാനായിട്ട് പറ്റി, യൂറോപ്പിലെ രാഷ്ട്രങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥതയ്ക്കൊക്കെ മാറ്റം വന്നതൊക്കെ എന്ത് പ്രകാരമാണ്? ഈ ഒരു റഷ്യൻ റവല്യൂഷൻ മുഖാന്തരമാണ്. അടുത്ത് നമുക്ക് നോക്കാം, എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്രാജ്യത്വ മത്സരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിൽ അവർക്കൊക്കെ ഓരോ രാജ്യത്ത് കോളനികളുണ്ട്. ഇതൊക്കെ പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു മത്സരം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദേശീയതയുടെ വളർച്ച. അതായത് ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള ദേശീയതയാണുള്ളത്. അതായത് നമുക്കറിയാം എന്താണ് ഫാസിസം, നാസിസം, അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആയുധ മത്സരം. അതായത് രാജ്യങ്ങൾ തമ്മിൽ സൈന്യവും ആയുധവും ഉണ്ടാക്കി അതായത് ഓരോ രാജ്യവും ഓരോ ആയുധങ്ങളും ഓരോ സൈന്യങ്ങളും ഉണ്ടാക്കി വന്നപ്പോൾ എന്ത് ചെയ്തു? യുദ്ധത്തിൻ്റെ സാധ്യത എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ തന്നെ സഖ്യക്കൂട്ടുകൾ എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ഏലിയൻ. അതിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. പിന്നെ ട്രിപ്പിൾ എനൈറ്റഡ്, ഇത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സരാവോയിലെ കൊലപാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർഡിനൻഡിനെ ഒരു സെബറിയൻ യുവാവിനെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. ഈ ഒരു കൊലപാതകം എന്ത് ചെയ്തു? നേരിട്ട് യുദ്ധത്തിനുള്ള ഒരു കാരണമായിട്ട് മാറി. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. കാരണം ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 24ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോട്ട്സ് വേണ്ട ആളുകൾ എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബിൻ്റെ ബയോയിലുള്ള ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നോട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.